കേസ് ഒതുക്കി തീർക്കാൻ ഇ.ഡി. ഉദ്യോഗസ്ഥൻ കോഴ ആവശ്യപ്പെട്ടെന്ന കേസിൽ കൊച്ചിയിലെ ഓഫീസിലെത്തി നോട്ടീസ് കൈമാറി വിജിലൻസ്. പരാതിക്കാരൻ അനീഷ് ബാബുവിനെതിരെ ഇ.ഡി. എടുത്ത കേസിലെ വിശദാംശങ്ങൾ ആവശ്യപ്പെട്ടാണ് നോട്ടീസ്. ഇതാദ്യമായാണ് കേസുമായി ബന്ധപ്പെട്ട് വിജിലൻസ് ഉദ്യോഗസ്ഥർ എൻഫോഴ്സ്മെന്റ് ഓഫീസിൽ നേരിട്ടെത്തുന്നത്. പ്രതിയായ ഇ.ഡി. അസിസ്റ്റന്റ് ഡയറക്ടർ ശേഖർകുമാറിനെ തത്കാലം അറസ്റ്റ് ചെയ്യില്ലെന്ന് സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചു. വിജിലൻസിന്റെ 8 ഉദ്യോഗസ്ഥരാണ് 4 മണിയോടെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഓഫീസിലെത്തി നോട്ടീസ് നൽകിയത്. നോട്ടീസ് നൽകി അരമണിക്കൂറിന് ശേഷം ഉദ്യോഗസ്ഥർ മടങ്ങി. കൈക്കൂലി ആവശ്യപ്പെട്ടെന്ന് പരാതി നൽകിയ അനീഷ് ബാബുവിനെതിരെ ഇ.ഡി. എടുത്ത ECIRന്റെ വിവരങ്ങൾ കൈമാറാൻ ആവശ്യപ്പെട്ടാണ് വിജിലൻസ് നോട്ടീസ് നൽകിയത്. ഇ.ഡി. അസിസ്റ്റന്റ് ഡയറക്ടർ ശേഖർകുമാർ കേസ് അന്വേഷിച്ചപ്പോഴുള്ള വിവരങ്ങൾ കൈമാറാനും നോട്ടീസിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. കേസ് വിവരങ്ങൾ ഇമെയിൽ മുഖേന വിജിലൻസ് നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു. ഇതിന് മറുപടി നൽകാതെ ഇ.ഡി. വൈകിപ്പിക്കുകയായിരുന്നു. ഇതിനിടെയാണ് വിജിലൻസ് ഉദ്യോഗസ്ഥർ ഇ.ഡി. ഓഫീസിൽ നേരിട്ടെത്തിയത്. കേസിൽ പ്രതിയായ ഇ.ഡി. അസിസ്റ്റന്റ് ഡയറക്ടർ ശേഖർകുമാറിനെ തൽക്കാലം അറസ്റ്റ് ചെയ്യില്ല. ഇക്കാര്യം സംസ്ഥാന സർക്കാർ തന്നെ ഹൈക്കോടതിയെ അറിയിച്ചു. മുൻകൂർ ജാമ്യാപേക്ഷയിൽ മറുപടി നൽകാൻ കൂടുതൽ സമയം വേണമെന്ന് പ്രോസിക്യൂഷൻ കോടതിയിൽ ആവശ്യപ്പെട്ടു. അറസ്റ്റ് തടയണമെന്നായിരുന്നു ഹർജിക്കാരന്റെ ആവശ്യം. മുൻകൂർ ജാമ്യാപേക്ഷ വീണ്ടും പരിഗണിക്കുന്ന ഈ മാസം 11 വരെ ഉദ്യോഗസ്ഥനെ അറസ്റ്റ് ചെയ്യില്ലെന്ന് സർക്കാർ ഉറപ്പു നൽകുകയായിരുന്നു. ഇടനിലക്കാർ മുഖേന വൻതുക കൈക്കൂലി വാങ്ങി കേസ് ഒതുക്കി തീർക്കുന്നുവെന്നാണ് കൊച്ചിയിലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥനെതിരായ ആരോപണം. ന്യൂസ് മലയാളം, കൊച്ചി.